ഡിസ്കസ് ചെയ്യുന്ന മൈക്രോസോഫ്റ്റ് എക്സൽ ഉപയോഗിച്ചുകൊണ്ട് ഡാറ്റ അനാലിസിസിലെ ഡിഫറെൻറ്റ് പ്രോബ്ലംസ് എങ്ങനെ സോൾവ് ചെയ്യാവുന്നതിനെ കുറിച്ചാണ്. ഇന്ന് നമ്മൾ മെയിനായിട്ട് എടുത്തിരിക്കുന്നത് അനാലിസിസ് ഓഫ് വേരിയൻസ് ടെക്നിക്കിൻ്റെ ഡിഫറെൻറ്റ് മെത്തേഡ്സ് ആണ്. ഇത് 1 വേ അനോവയും 2 വേ അനോവയും എങ്ങനെ സോൾവ് ചെയ്യാം. അത് നമുക്കൊരു 1 വേ അനോവയുടെ പ്രോബ്ലം ഡിസ്കസ് ചെയ്യാം. ദ വെറൈറ്റീസ് ഓഫ് ABCDEFG ഓഫ് party seeds were shown in plots. And the following yields in quintals per hectare were obtained. Do the data indicate significant difference in yields of the varieties? നമുക്ക് ABCDEFG അങ്ങനെ 7 വെറൈറ്റി സീഡ്സ് തന്നിട്ടുണ്ട്. ഇവയുടെ എല്ലാം എഫക്റ്റ് ഈക്വൽ ആണോ എന്നാണ് നമുക്ക് ചെയ്യേണ്ടത്. ഒരു ഫാക്ടർ മാത്രമേ നമുക്ക് തന്നിട്ടുള്ളൂ. അതുകൊണ്ട് നമുക്കിതിനെ 1 വേ അനോവയിലെ പ്രോബ്ലമായിട്ട് കൺസിഡർ ചെയ്യാം. അപ്പോൾ നമ്മൾ ആദ്യം ഈ ഡേറ്റ എന്ത് ചെയ്യുക, ഒരു എക്സൽ ഷീറ്റിലേക്ക് ഓപ്പൺ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഡേറ്റ എക്സൽ ഷീറ്റിൽ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് എന്താണ് ചെക്ക് ചെയ്യേണ്ടത്? H0 എന്ന് പറയുന്നത് എയും ബിയും സി ഡി ഇ എഫ് ജി എന്നീ എന്താണ് സീഡ്സിൻ്റെ എല്ലാം എഫക്റ്റ് ഈക്വൽ ആണ് എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. നമുക്ക് ഇതിനായി നമ്മൾ ഉപയോഗിക്കേണ്ടത് മൈക്രോസോഫ്റ്റ് എക്സലിലെ ഡേറ്റയിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഫോർമുല ഫങ്ഷൻസിൻ്റെ ഒരു ബാർ കിട്ടും. അതിൽ നിന്ന് ഡേറ്റ അനാലിസിസ് ക്ലിക്ക് ചെയ്യുക. ഡേറ്റ അനാലിസിസ്. അപ്പോൾ നമുക്ക് അതിൽ തന്നെ ഏറ്റവും മുകളിൽ നമുക്ക് എന്തുണ്ട്, അനോവ സിംഗിൾ ഫാക്ടർ, ഒരു ഫാക്ടർ മാത്രം നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് അനോവ സിംഗിൾ ഫാക്ടർ എടുക്കാം. ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇനി നമുക്ക് തന്നിരിക്കുന്ന ഒരു ഇൻപുട്ട് റേഞ്ച് ആണ്. ഇൻപുട്ട് റേഞ്ച് എന്ന് പറയുന്നത് നമ്മുടെ ഡേറ്റയാണ്. ഡേറ്റ നമ്മൾ കൊടുക്കുമ്പോൾ അതിൻ്റെ ലേബൽ ഉൾപ്പെടെയാണ് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത്. ഡേറ്റയും അതിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ലേബലും കൂടെ ഉൾപ്പെടെ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കും. ഓക്കെ, ഇനി നമുക്ക് എന്താണ് ലേബൽസ് ഇൻ ഫസ്റ്റ് റോ. നമുക്ക് അതിൻ്റെ ഓരോ ലേബൽസും ഫസ്റ്റ് റോയിൽ തന്നെ വേണം. അതുകൊണ്ട് നമ്മളത് അങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഔട്ട്പുട്ട് റേഞ്ച് സെലക്ട് ചെയ്ത് കൊടുക്കാം. നമുക്ക് എവിടെയാണോ റിസൾട്ട് വേണ്ടത് അതിനെയാണ് നമ്മൾ ഔട്ട്പുട്ട് റേഞ്ച് എന്ന് പറയുന്നത്. ഔട്ട്പുട്ട് റേഞ്ച് നമുക്ക് ഇവിടെ കൊടുക്കാം. ഏത് ബോക്സ് ആണോ വേണ്ടത് അവിടെ മുതൽ നമുക്ക് റിസൾട്ട് വേണമെങ്കിൽ അവിടെ ഇനി എന്ത് ചെയ്യാം, ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്താ ഈ ഡേറ്റയുടെ സമ്മറി കിട്ടിയിട്ടുണ്ട്. അതേപോലെ 1 വേ അനോവയുടെ ടേബിളും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സോഴ്സ് ഓഫ് വേരിയേഷൻ, സം ഓഫ് സ്ക്വയർ, ഡിഗ്രീസ് ഓഫ് ഫ്രീഡം, മീൻ സം ഓഫ് സ്ക്വയർസ്, എഫ് വാല്യൂ, പി വാല്യൂ ആൻഡ് എഫ് ക്രിട്ടിക്കൽ വാല്യൂ, ഇത്രയുമാണ് നമുക്ക് തന്നിരിക്കുന്നത്. നമുക്കിവിടെ ഡിഫറെൻറ്റ് സീഡ്സിൻ്റെ എഫക്റ്റ് ആണ് ചെക്ക് ചെയ്യേണ്ടത് അല്ലേ. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതിനകത്തുനിന്ന് നമുക്ക് ചെക്ക് ചെയ്യേണ്ട കാൽക്കുലേറ്റഡ് എഫ് എന്ന് പറയുന്നത്, എഫിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1.206569ഉം എഫ് ക്രിട്ടിക്കൽ വാല്യൂ അല്ലെങ്കിൽ ടേബിൾഡ് വാല്യൂ എന്ന് പറയുന്നത് 2.371781ഉമാണ്. ഇവിടെ എഫിൻ്റെ വാല്യൂ എഫ് ക്രിട്ടിക്കലിൻ്റെ വാല്യൂവിനേക്കാൾ വലുതാണെങ്കിൽ എഫ് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ എഫ് ക്രിട്ടിക്കൽ ആണെങ്കിൽ, ഗ്രേറ്റർ ദാൻ എഫ് ക്രിട്ടിക്കൽ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, റിജക്ട് ദ നൾ ഹൈപ്പോത്തസിസ്. റിജക്ട് H0, റിജക്ട് ദ നൾ ഹൈപ്പോത്തസിസ് H0 എന്ന് പറയാം. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഇവിടെ എഫിൻ്റെ വാല്യൂ എഫ് ക്രിട്ടിക്കലിനേക്കാൾ എന്താണ് ചെറുതാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ദർ ഈസ് എ നോ റീസൺ ടു റിജക്ട് ദ നൾ ഹൈപ്പോത്തസിസ് എന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന ഇതിൻ്റെ എല്ലാ എഫക്റ്റ് ഈക്വൽ ആയിട്ട് കൺസിഡർ ചെയ്യാം. കമ്പനി ഹാവ് 4 സെയിൽസ്മാൻ ABCD, each of whom was sent for a week in 3 types of area A1, A2, A3. The sales in pounds per week are shown below. Carry out the analysis of variance. അപ്പോൾ നമുക്ക് 2 സെറ്റുകളാണ്. ഒന്ന് സെയിൽസ്മാൻ്റെ എണ്ണവും തന്നിട്ടുണ്ട്, ഏരിയയും തന്നിട്ടുണ്ട്. അപ്പം ABCD ഉണ്ട്, A1, A2, A3 ഉണ്ട്. നമുക്കിവിടെ ഡിസ്കസ് ചെയ്യേണ്ടത് സെയിൽസ്മാൻ്റെ എഫക്റ്റുകളെല്ലാം, സെയിൽസ്മാൻ്റെ എല്ലാം എഫക്റ്റുകളെല്ലാം ഈക്വൽ ആണോ, അതേപോലെ ഏരിയയിൽ ഉണ്ടാകുന്ന എഫക്റ്റുകളും ഈക്വൽ ആണോ എന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. അപ്പം നമുക്കിത് 2 കേസുകൾ സെയിൽസ്മാനും ഏരിയയും കൂടെ പറഞ്ഞിരിക്കുന്നതുകൊണ്ട് നമുക്കിതിനെ 2 വേ ക്ലാസിഫിക്കേഷൻ ആയിട്ട് കൺസിഡർ ചെയ്യാം. നമുക്ക് ഈ ഡേറ്റ നമുക്കൊരു എക്സൽ ഷീറ്റിലേക്ക് ഓപ്പൺ ചെയ്തെടുക്കാം. അപ്പം നമുക്ക് ഈ ഡേറ്റ നമ്മളുടെ എക്സൽ ഷീറ്റിൽ എടുത്തിരിക്കുകയാണ്. നമുക്കിവിടെ ചെക്ക് ചെയ്യേണ്ടത് H0 എന്ന് പറയുന്നത് എഫക്റ്റ് ഓഫ് A = B = C = D, അല്ലെങ്കിൽ അനദർ ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത് എഫക്റ്റ് ഓഫ് A1 = A2 = A3. ഇതാണ് നമ്മുടെ നൾ ഹൈപ്പോത്തിസിസ് എന്ന് നമ്മൾ പറയുന്നത്. ഇതിൻ്റെ എല്ലാ എഫക്റ്റ് ഈക്വൽ ആണോ എന്നാണ് നമുക്ക്
ചെക്ക് ചെയ്യേണ്ടത്. ഇത് നമ്മൾ എടുക്കുന്നത് നിങ്ങൾ എന്ത് ചെയ്യാം, ഫോർമുല ബാറിൽ പോയിട്ട് ഡേറ്റ എടുക്കുക, ഡേറ്റയിൽ ഡേറ്റ അനാലിസിസ് സെലക്ട് ചെയ്യുക. ഇവിടെ നമ്മൾ എടുക്കുന്ന ANOVA 2 factor വിത്തൗട്ട് റെപ്ലിക്കേഷൻ ആണ്. കാരണം ഇതിനകത്ത് ഒരു എഫക്റ്റ് പോലും റിപ്പീറ്റ് ചെയ്ത് വരുന്നില്ലല്ലോ, അതുകൊണ്ട് നമുക്ക് 2 factor വിത്തൗട്ട് റെപ്ലിക്കേഷൻ ആണ്. ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇനി നമുക്ക് ഡേറ്റ സെലക്ട് ചെയ്തെടുക്കുക. ഡേറ്റ സെലക്ട് ചെയ്തെടുക്കുമ്പോൾ നിങ്ങൾ അതിൻ്റെ ലേബൽ ഉൾപ്പെടെ സെലക്ട് ചെയ്തെടുക്കുക. ഇനി ലേബൽസ് കൊടുത്തു. ഇനി ഔട്ട്പുട്ട് റേഞ്ച് വേണ്ടത് എവിടെയാണോ അത് നമ്മൾ സെലക്ട് ചെയ്തെടുക്കുക. ഔട്ട്പുട്ട് റേഞ്ച് അപ്പോൾ നമ്മൾ എവിടെയാണ് വേണ്ടതെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്തെടുക്കുക. ഇനി ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് ANOVA 2 factor വിത്തൗട്ട് റെപ്ലിക്കേഷൻ്റെ ഒരു സമ്മറി കോളം ആദ്യം കിട്ടും, പിന്നെ ANOVAയുടെ ടേബിളാണ് കിട്ടിയിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെ തന്നെയാണ് ANOVAയുടെ ടേബിളിനകത്ത് ഇവിടെ റോ വൈസും കോളം വൈസും വേറെ ടോട്ടൽ ഉണ്ടാവും. നമുക്കിവിടെ നമ്മൾ ക്രിട്ടിക്കൽ റീജിയൻ സെലക്ട് ചെയ്യുന്നത് എപ്പോഴും ഇങ്ങനെയാണ്. F ക്രിട്ടിക്കൽ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, റിജക്റ്റ് H0 എന്നാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. നമുക്ക് H0 എന്ന് പറയുന്നത് ഇതാണ്, ABCD ആർ ഈക്വൽ. അനദർ H0 എന്ന് പറയുന്നത് A1 A2 A3 ആർ ഈക്വൽ ആണ്. അപ്പോൾ നമുക്ക് ആദ്യത്തെ കേസ് നോക്കാം. ഇവിടെ നമുക്ക് എഫിൻ്റെ വാല്യൂ കാൽക്കുലേറ്റഡ് എഫ് എന്ന് പറയുന്ന ഈ വാല്യൂ ആണ്. ഈ വാല്യൂ എഫ് ക്രിട്ടിക്കലിൻ്റെ വാല്യൂവിനേക്കാൾ വലുതാണെങ്കിൽ നമ്മൾ ആ കണ്ടീഷൻ റിജക്റ്റ് ചെയ്യണമെന്നാണ്, H0 റിജക്റ്റ് ചെയ്യണമെന്നാണ്. ഓക്കെ, ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന എഫിൻ്റെ വാല്യൂ എഫ് ക്രിട്ടിക്കലിൻ്റെ വാല്യൂവിനേക്കാൾ എന്താണ്, ചെറുതാണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം, ദർ ഈസ് നോ റീസൺ ടു റിജക്റ്റ് H0 എന്ന് പറയാം, അല്ലെ നൾ ഹൈപ്പോത്തീസ് എന്ന് വെച്ചാൽ ABCD എന്നീ ഫാക്ടേഴ്സ് അല്ലെ സീൽസ്മാൻ്റെ എഫക്റ്റുകളെല്ലാം ഈക്വൽ ആണ് എന്ന് നമുക്ക് കൺസിഡർ ചെയ്യാം. അതായത് രണ്ടാമത്തെ കേസ് പറഞ്ഞിരിക്കുന്ന എഫിൻ്റെ വാല്യൂ 0.5ഉം എഫ് ക്രിട്ടിക്കലിൻ്റെ വാല്യൂ 4.75ഉമാണ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം, എഫ് കാൽക്കുലേറ്റഡ് എഫ് എന്ന് പറയുന്നത് എഫ് ക്രിട്ടിക്കലിനേക്കാൾ ചെറുതായതുകൊണ്ട് ദർ ഈസ് നോ റീസൺ ടു റിജക്ട് ദ നൾ ഹൈപ്പോത്തീസിസ് H0. ഇങ്ങനെയാണ് നമ്മൾ ANOVA 2-way ക്ലാസിഫിക്കേഷൻ്റെ പ്രോബ്ലംസ് ഡേറ്റ അനാലിസിസ് ഉപയോഗിച്ചുകൊണ്ട് സോൾവ് ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു. ഇനി നമുക്ക് ഡേറ്റ അനാലിസിസ് ഉപയോഗിച്ചുകൊണ്ടുള്ള മറ്റൊരു പ്രോബ്ലം ഡിസ്കസ് ചെയ്യാം. ഫൈൻഡ് ഓൾ ഡിസ്ക്രിപ്റ്റീവ് മെഷേഴ്സ് ഓഫ് ദ ഫോളോയിങ് ഡേറ്റ. നമുക്കൊരു ഗിവൻ ഡേറ്റ തന്നിട്ടുണ്ട്, അതിൻ്റെ ഡിസ്ക്രിപ്റ്റീവ് മെഷേഴ്സ് എല്ലാം കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റിനെ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഈ ഡേറ്റ ഒരു എക്സൽ ഷീറ്റിലേക്ക് എൻ്റർ ചെയ്യാം. അപ്പോൾ നമ്മൾ എക്സൽ ഷീറ്റിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ അതിനൊരു പേര് കൊടുക്കുക, എന്നിട്ട് ഡേറ്റയെ റോ വൈസോ അല്ലെങ്കിൽ കോളം വൈസോ നമ്മൾ മാർക്ക് ചെയ്യുക. ഓക്കെ, ഇനി നമ്മൾക്ക് ഡേറ്റയിൽ പോവുക, ഡേറ്റ അനാലിസിസ് സെലക്ട് ചെയ്യുക. അതിനകത്ത് ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക് ഉണ്ടാവും, അത് സെലക്ട് ചെയ്യുക. ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സ് ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നമുക്ക് അടുത്തത്തെ ഇൻപുട്ട് റേഞ്ച് ഉണ്ട്. ഇൻപുട്ട് റേഞ്ചിനകത്ത് നമ്മൾ അതിൻ്റെ ലേബൽ ഉൾപ്പെടെ നമ്മൾ ഡേറ്റ സെലക്ട് ചെയ്തെടുക്കുക. ഓക്കെ, ഇനി ലേബൽസ് ഇൻ ഫസ്റ്റ് റോ ക്ലിക്ക് ചെയ്യുക. ഇനി ഔട്ട്പുട്ട് റേഞ്ച് നമ്മൾ സെലക്ട് ചെയ്തെടുക്കുക. ഇനി സമ്മറി സ്റ്റാറ്റിസ്റ്റിക്സ് ക്ലിക്ക് ചെയ്യുക, ഓക്കെ ബട്ടൺ. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഡേറ്റയുടെ എക്സ് എന്ന് പറയുന്ന ഡേറ്റയുടെ എന്താണ് ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക് മെഷേഴ്സ് എല്ലാം കിട്ടും.